ഒന്ന് ആലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് പുതിയ ജോലികൾ, ലോകത്തിന്റെ സപ്ലൈ ചെയിൻ തന്നെ മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള ഒരു ഡീൽ. കേൾക്കുമ്പോൾ വലുതായി തോന്നുന്നുണ്ടല്ലേ? അതെ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അഥവാ സ്വതന്ത്ര വ്യാപാര കരാർ അത്രത്തോളം വലിയൊരു സംഭവമാണ്. അപ്പോ എന്താണ് ഇതിന്റെ ഉള്ളിലിരിപ്പ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇപ്പൊ നോക്കിയാൽ ലോകത്തെവിടെയും ട്രേഡ് വാറുകളാണ്, അല്ലേ? ഒരു രാജ്യം മറ്റൊന്നിന് താരിഫ് കൂട്ടുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഈ രണ്ട് സാമ്പത്തിക ഭീമന്മാർ എങ്ങനെയാണ് കൈകോർത്ത് ഒരു പുതിയ വഴി തുറക്കുന്നത്? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന ചോദ്യം. ശരി, അപ്പൊ നമ്മൾ ഈ ഒരു വലിയ കരാറിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കീറിമുറിച്ചു നോക്കാൻ പോവാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു കരാറിലേക്ക് എത്തിയത്? ഇതിനുള്ളിൽ ശരിക്കും എന്തൊക്കെയാണ് ഉള്ളത്? ഇന്ത്യക്ക് എന്താണ് ഗുണം? യൂറോപ്യൻ യൂണിയന് എന്താണ് കിട്ടുന്നത്? പിന്നെ വെറും കച്ചവടം മാത്രമല്ല, അതിനപ്പുറം എന്തൊക്കെയുണ്ട്? അവസാനം പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില പ്രധാന പോയിന്റ്സും. റെഡിയല്ലേ? അപ്പോ ആദ്യം തന്നെ പറയട്ടെ, ഈ കരാർ ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചൊന്നല്ല. ഏകദേശം 2 പതിറ്റാണ്ടിന്റെ കഥയുണ്ട് ഇതിന് പിന്നില്. ഒരുപാട് ചർച്ചകൾ, തർക്കങ്ങൾ, ഒരുപാട് സാമ്പത്തികവും രാഷ്ട്രീയമായ വെല്ലുവിളികളെയൊക്കെ മറികടന്നാണ് ഇരുകൂട്ടരും ഒരു ധാരണയിലെത്തിയത്. അപ്പോ ആ യാത്ര എങ്ങനെയായിരുന്നു? നോക്കൂ, 2007 ഇതിന്റെയൊക്കെ തുടക്കം. വലിയ പ്രതീക്ഷയോടെ ചർച്ചകളൊക്കെ തുടങ്ങി. പക്ഷേ 2013 ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നിന്നുപോയി. ചർച്ചകളൊരു വഴിക്ക്, മറ്റുള്ളവർ വേറെ വഴിക്ക്. അങ്ങനെയൊരു സ്തംഭനാവസ്ഥ. പിന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2022 വീണ്ടും സംസാരം തുടങ്ങിയത്. ആ ഒരു റീസ്റ്റാർട്ടാണ് ഇന്നത്തെ ഈ വലിയ കരാറിലേക്ക് നമ്മളെ എത്തിച്ചത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഈ 9 വർഷത്തെ ഗ്യാപ്പ് വന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ചെസ് കളി പോലെയായിരുന്നു. യൂറോപ്പിൽ നിന്ന് വരുന്ന കാറുകളുടെയും വൈനിന്റെയും ഒക്കെ നികുതി, നമ്മുടെ IT കമ്പനികളുടെ ഡേറ്റാ സുരക്ഷ, പിന്നെ പേറ്റന്റ് പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു പ്രധാന തർക്കവിഷയങ്ങൾ. രണ്ടു കൂട്ടർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. അങ്ങനെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. അപ്പോ എന്താണ് പെട്ടെന്ന് മാറിയത്? എന്തുകൊണ്ടാണ് നിർത്തിവെച്ച ചർച്ചകൾ വീണ്ടും തുടങ്ങിയത്? അതിന്റെ പ്രധാന കാരണം ലോകം മാറിയതാണ്. പ്രത്യേകിച്ച് US-ചൈന വ്യാപാര യുദ്ധമൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി: കച്ചവടത്തിന് 1-2 രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും പുതിയ പങ്കാളികളെ വേണമെന്ന് തോന്നി. അതോടെ ഈ കരാറിനൊരു പുതിയ പ്രാധാന്യം വന്നു. ശരി, ഇനി നമുക്ക് ഈ കരാറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയൻ പറഞ്ഞൊരു വാക്കുണ്ട്: ദ മദർ ഓഫ് ഓൾ ഡീൽസ്. എല്ലാ കരാറുകളുടെയും മാതാവ്. അതൊരു ചെറിയ വാക്കല്ല, അതിന്റെ വലിപ്പം അത്രയ്ക്കുണ്ട്. കാരണം ഇത് വെറുമൊരു കച്ചവട കരാറല്ല. ലോകത്തിലെ ഏറ്റവും വലിയ 2 മാർക്കറ്റുകൾ തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയാണിതിലൂടെ. അതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. ഈ കണക്ക് നോക്കൂ, 96.6%. അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഏതാണ്ട് എല്ലാ സാധനങ്ങളുടെയും ഇറക്കുമതി തീരുവ കുറയും, അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാവും. സിംപിളായി പറഞ്ഞാൽ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു യൂറോപ്യൻ കാറിനോ ഒരു പെർഫ്യൂമിനോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിനോ ഒക്കെ വില കുറയാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രധാന ഇമ്പാക്റ്റ്. തീർച്ചയായും ഇത് അങ്ങോട്ട് മാത്രമുള്ള ഒരു ഇടപാടല്ല, തിരിച്ച് ഇങ്ങോട്ടുമുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ പ്രവേശിക്കാനും ഇതുപോലെ എളുപ്പമാകും. ഏതാണ്ട് 99.3% ഇന്ത്യൻ സാധനങ്ങളുടെയും തീരുവ അവിടെയും കുറയും. അപ്പോ ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. 2 കൂട്ടർക്കും നേട്ടമുണ്ട്. ഈ ഒരു കണക്ക് മാത്രം മതി ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ. ചില യൂറോപ്യൻ കാറുകൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന നികുതി എത്രയാണെന്നറിയോ? 150%. അതായത് കാറിന്റെ വിലയുടെ 1.5 ഇരട്ടി നികുതി. അത് നേരെ 10%ലേക്ക് താഴുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ത്യൻ കാർ മാർക്കറ്റിലെ ഇതൊരു ചെറിയ മാറ്റമായിരിക്കില്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ താരിഫ് കുറയുന്നതൊക്കെ കൊള്ളാം. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്ക് ശരിക്കും എന്താണ് ഗുണം? നമ്മുടെ കയറ്റുമതി എങ്ങനെ വർദ്ധിക്കും? സാധാരണക്കാർക്ക് എങ്ങനെ ജോലി കിട്ടും? നമുക്ക് ആ കാര്യങ്ങളൊന്ന് വിശദമായി നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ഇന്ത്യയുടെ സാധനങ്ങൾക്ക് യൂറോപ്പിലേക്ക് എളുപ്പത്തിൽ കയറിപ്പോകാൻ ഒരു വഴി തുറന്നു കിട്ടുന്നു. തിരിച്ച് യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയുടെ ഈ വലിയ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനും അവസരം കിട്ടുന്നു. 2 കൂട്ടർക്കും ഗുണകരമായ ഒരു ഡീൽ. ഇനി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ചില മേഖലകൾ നോക്കാം. അതിലേറ്റവും പ്രധാനം ടെക്സ്റ്റൈൽസ്, അതായത് തുണിത്തരങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണത്.
യൂറോപ്പിൽ നമ്മുടെ തുണിത്തരങ്ങൾക്ക് 16% വരെ ടാക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാവുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കുറയും, ഡിമാൻഡ് കൂടും, അത് കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാക്കും. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സഹകരണ സംഘം. അവർക്കവരുടെ സാരികളും മുണ്ടുകളുമൊക്കെ വലിയ ടാക്സ് ഇല്ലാതെ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഒക്കെ വിൽക്കാൻ സാധിച്ചാലോ? അതാണീ കരാർ തുറന്നുതരുന്ന ഒരു വലിയ സാധ്യത. ചെറുകിട സംരംഭകൾക്കും കർഷകർക്കും വരെ ഇതിന്റെ ഗുണം കിട്ടും. ശരി, ഇന്ത്യയുടെ നേട്ടങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറുവശം നോക്കാം. യൂറോപ്യൻ യൂണിയന് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അവർക്കിതൊരു വലിയ ജാക്ക്പോട്ട് തന്നെയാണ്. കാരണം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയൊരു മാർക്കറ്റിലേക്കാണ് അവർക്ക് പ്രവേശനം കിട്ടുന്നത്. അവർക്ക് പ്രധാനമായും നേട്ടമുണ്ടാകുന്നത് കാറുകൾ, മെഷീനറി, കെമിക്കൽസ്, കോസ്മെറ്റിക്സ് തുടങ്ങിയ മേഖലകളിലാണ്. ജർമ്മൻ കാറുകൾ, ഫ്രഞ്ച് വൈനുകൾ, ഇറ്റാലിയൻ ഒലിവ് ഓയിൽ ഇതൊക്കെ ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ സുലഭവും വില കുറഞ്ഞതുമായേക്കാം. ഇത് അവരുടെ കമ്പനികൾക്ക് വലിയൊരവസരമാണ്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് ഇന്ത്യയുടെ 140 കോടി ജനങ്ങൾ എന്നതൊരു ചെറിയ കാര്യമല്ല. അത് വലിയൊരു ഉപഭോക്തൃ സമൂഹമാണ്. വളർന്നുവരുന്ന ഒരു മധ്യവർഗം, അവരുടെയൊക്കെ വാങ്ങൽ ശേഷി കൂടുകയാണ്. ആ ഒരു വലിയ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം കിട്ടുക എന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. അപ്പോ ഈ കരാർ എന്ന് പറയുന്നത് പൈസയുടെയും കച്ചവടത്തിന്റെയും മാത്രം കാര്യമല്ല. ഇതിന് അതിനേക്കാൾ വലിയൊരു തലമുണ്ട്. ഒരു ജിയോ പൊളിറ്റിക്കൽ, അതായത് ഒരു ഭൗമരാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നമ്മളെല്ലാം കോവിഡ് കാലം കഴിഞ്ഞവരാണ്. അന്ന് നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്, അല്ലേ? ഒരു സാധനത്തിനു വേണ്ടി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ചൈനയും. അപ്പോ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സപ്ലൈ ചെയിനുകൾ പല രാജ്യങ്ങളിലായി വ്യാപിപ്പിക്കണം. ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണം. ഈ കരാർ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. അതുകൊണ്ട് ഈ വ്യാപാര കരാറിനെ ഒരു കെട്ടിടത്തിന്റെ അടിത്തറയായിട്ട് കാണാം. ഈ അടിത്തറയുടെ മുകളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റും. ഡിഫൻസ് സഹകരണം, ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടം, ഡിജിറ്റൽ രംഗത്തെ സഹകരണം, അങ്ങനെ വ്യാപാരം എന്നതിനപ്പുറത്തേക്ക് വളരുന്ന ഒരു വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ തുടക്കമാണിത്. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കു വേണ്ടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. എങ്ങനെയാണിത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും എന്നും. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പ്രിലിംസിനു വേണ്ടി ഈ നമ്പറുകൾ ഓർത്തുവെക്കുക. ഇന്ത്യ 96.6%, EU 99.3%. മെയിൻസിനു വേണ്ടി ഇതിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം, അതായത് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഇതൊരു വിൻ-വിൻ ഡീലാണെന്നുള്ള വിശകലനം, അതൊക്കെയാണ് പ്രധാനം. പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ടാരിഫ്, സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങിയ വാക്കുകളും ഇരു കൂട്ടർക്കും നേട്ടമുണ്ടാക്കുന്ന ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽസ് പോലുള്ള മേഖലകളും ഓർത്തുവെക്കണം. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്ക് ഭാവിയിൽ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു ഡീൽ ഒരു മാതൃകയാകുമോ, ഒരു ബ്ലൂ പ്രിന്റായി മാറുമോ? അതിനുള്ള ഉത്തരം കാലം തരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകം മുഴുവൻ ഈ നീക്കത്തെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.